ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ പേര് നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു വ്ളോഗ് ഇട് പറഞ്ഞിട്ട് നമ്മളുടെ രണ്ടുപേരും മാത്രമായിട്ടുള്ള മൊമെൻറ്റ്സ് മിസ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ആ വ്ളോഗ് എടുക്കാമെന്ന്. ഇപ്പം നൂറ ഇപ്പോൾ ഞം 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 ആ നൂറ ഇപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ കയറിയേക്കാണ്. അതാ ദ ഡോർ ഈസ് ക്ലോസ്ഡ്. അപ്പോൾ അവൾ വോയിസ് ഓവറൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഇപ്പോൾ പോരാത്തതിന് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അവരിങ്ങോട്ട് വരുന്നുണ്ട്. അവർക്ക് ന്യൂ ഇയർ ആയിട്ട് കുറച്ച് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്ത് ഗിഫ്റ്റാണെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും നമ്മൾ ആ ഗിഫ്റ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഇതിൽ നോക്കുന്നതായിരിക്കും. അതുപോലെ ബേബിയേ പോയി റെഡി ആയിക്കോ. അവൾ വോയിസ് ഓവറൊക്കെ കഴിഞ്ഞ് അവൾ റെഡി ആയിട്ടില്ല. അപ്പോൾ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കണം. പിന്നെ ഇന്ന് നമുക്ക് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകണം. നമുക്ക് കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ നമ്മൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് ജിമ്മിലൊക്കെ പോയി തുടങ്ങി കേട്ടോ. അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം. കാരണം നൂറയ്ക്കിപ്പോൾ നമ്മൾ കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും TTF അതിനൊക്കെ നിൽക്കുമ്പോഴൊക്കെ അവൾക്ക് അത്ര ഭയങ്കര സിവിയർ ബുദ്ധിമുട്ടിലോട്ട് പോകാതിരുന്നൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ന്യൂ ഇയർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് റെസൊല്യൂഷനും കാര്യങ്ങളൊന്നുമല്ല. ബട്ട് സ്റ്റിൽ എന്നാലും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് നമ്മൾ തർത്തീബായിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പോകണം. പിന്നെ എന്താണ് ഇന്നത്തെ പരിപാടി? ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി. പിന്നെ നാളെ നമ്മളുടെ വീട് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യാൻ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മെനയാവും. കാരണം നമ്മളിപ്പോൾ പോയി വന്നതിന് ശേഷം ഫുഡൊന്നും പ്രോപ്പറായിട്ടില്ല. അപ്പോൾ അത് മെസ്ഡപ്പ് ആയിട്ടിരിക്കുകയാണ്. പുറത്തുനിന്നാണ്. അപ്പോൾ അതൊക്കെ ഈ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുടിയിരിക്കലൊക്കെ പോലെ നല്ല വൃത്തിക്ക് ചെയ്യുന്നതായിരിക്കും. മോനെ ആ ടോപ്പ് കീറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ? നെഞ്ചത്ത് കീറിയിട്ടില്ലേ? ആണോ? ഓക്കെ. നമ്മൾ ഇപ്പം ഞാനിട്ടേക്കുന്നത് ബിഗ് ബോസിലെ ഡ്രസ്സാണ്. അവളിടാൻ പോകുന്നതാണ്. നമ്മളവിടെ ചിലത് ടാസ്കിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണോ എന്ന് നോക്കിയതാണ്. നമ്മളുടെ പുതിയ സ്റ്റീമറിലൊക്കെ അവൾ സ്റ്റീം ചെയ്യുകയാണ് ഗായ്സ്. പിന്നെ നമ്മൾ എന്താണ് ഫോർട്ട് കൊച്ചി പോയിട്ടുണ്ടായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വ്ളോഗ് അന്ന് രാത്രി, അതായത് 31-ാം തീയതി വെളുപ്പിനുണ്ടായ സംഗതിയുടെ വ്ളോഗ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കയറി കാണുക കേട്ടോ. അങ്ങനെയായിരുന്നു. പിന്നെ നമ്മുടെ ന്യൂ ഇയർ അടിപൊളി സംഭവമൊക്കെ ആർന്ന്. പിന്നെ നമ്മൾ ന്യൂ ഇയറിന് പോയി വന്ന് അന്ന് പിന്നെ കുറച്ച് സംഭവങ്ങളുണ്ടായി കേട്ടോ. ന്യൂ ഇയറിന് പോയി വയനാട് നിന്നൊക്കെ ഇറങ്ങി വന്ന് ഒരു കല്യാണത്തിൽ കയറി. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ പോയി അക്ബർക്കാട് വീട്ടിൽ തൃശ്ശൂർ അക്ബർക്കാട് വീട്ടിൽ ഉമ്മാനെയും സിസ്റ്ററിനെയും ബ്രദറിനെയും അവരുടെ ഫാമിലി എല്ലാവരെയും കണ്ടിട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വന്നത് വെളുപ്പിന് ഒരു 4 മണി അങ്ങനെയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത്. പിന്നെ നമ്മൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഫ്രഷായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഇവൾക്ക് ജിമ്മിൽ പോകാനായിട്ട് മോട്ടിവേഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജിം മോട്ടിവേഷന് ഇന്നലെ പോയി കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടോ. പിന്നെ 2 മറ്റേ പ്രോട്ടീൻ ഇത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കുപ്പിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുന്നു. ഇപ്പോൾ ഡ്രസ്സ് പോയി നോക്കിയിട്ട് ആ വണ്ടി അത് കയറി തന്നെ അവൾക്ക് കണ്ണുകൂടെ പോത്ത്. ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം കിളിയും കണ്ണൊക്കെ അടിച്ചു പോയി എന്ന് തോന്നുന്നു. എനിക്കൊന്നും വേണ്ട. എന്നിട്ട് ഇന്നലെ ഈ സാധനങ്ങൾ വാങ്ങിയില്ല ഡെക്കാത്ലോണിന്ന്. എന്നിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചു. നമ്മൾ ഫൈബർ ക്ലോത്ത് ഉണ്ട് നമ്മൾ തലയിൽ മുടി ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് ഇവിടെ നടക്കുകയാണ് കുളിച്ചിറങ്ങിയിട്ട്. എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. എനിക്ക് വാങ്ങിയായിരുന്നു കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. എങ്ങനെയുണ്ട് ബേബി ഫൈബറിൻ്റെ സാധനം ഇട്ടിട്ട്? ഇതെൻ്റെ വ്ളോഗാണ്, അതുകൊണ്ട് അവളെ ഞാൻ കുറച്ചൊക്കെ കാണിക്കത്തുള്ളൂ. നല്ലതാ? നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ തലയിൽ ഇരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. വേഗം എന്തിലെടുത്തിട്ട് ഉടുത്തേ പെണ്ണേ, ഉടുക്ക് വേഗം ആവട്ടെ. എന്നിട്ട് എന്നെ ഞാൻ വ്ളോഗിൽ കാണിക്കട്ടെ. ഇത് നമ്മൾ രണ്ടുപേരും മാത്രമുള്ള എക്സ്ക്ലൂസീവ് വ്ളോഗാണ്. വയനാട് നമ്മൾ ആദ്യമായിട്ട് പോണേല്ലോ അവനെ? അല്ലല്ലോ. ആണോ? ഇല്ല, നമ്മൾ പോയിട്ടുണ്ട് മുന്നേ. മറ്റേ വൈത്തിരി ആ റിസോർട്ടില്ലേ? അങ്ങനെ. പിന്നെ വേറൊരു സംഭവം ഞാൻ നോട്ടീസ് ചെയ്തത്, ഇത് ജസ്റ്റ് ഒരു എനിക്ക് തോന്നിയത് ഞാൻ പറയാം കേട്ടോ. കമൻസിൽ ഇവൾ ഇന്നലെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു അമ്മ ഇങ്ങനെ തൊട്ടിട്ട് കൊടുക്കുന്നതൊക്കെ. അതൊക്കെ നല്ല രീതിക്ക് പിള്ളേർ എഡിറ്റൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗി കേട്ടോ. ഞാനും പിന്നെ വിചാരിച്ചില്ല പുള്ളിക്കാരി അങ്ങനെ വന്നിട്ട് ആരാണേലും നമ്മളങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഉമ്മയൊക്കെ തരുമെന്നൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു പയ്യൻ
ഐസ്ക്രീം വാങ്ങിത്തരാന്ന് ചോദിച്ചാൽ അതും ഞാൻ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് അവനവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടുവന്ന് അവനും വേറൊരുത്തനോടെ വാങ്ങി. അവിടെ ഞാൻ എൻ്റെ വിശാല മനസ്കത കാണിച്ച് അല്ലേ ബേബി? നോറ പറഞ്ഞോണ്ടെന്നാണ് പണം പോട്ടെ പ്രഭാതമല്ല പോത്തെ പ്രതാപം. പാത്തുക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇവളുടെ തലയിലിടുന്ന സാധനം. ഇത് നല്ല സോഫ്റ്റ് ഇതട്ടാ. എങ്ങനെയുണ്ട് താങ്കൾക്കത്? എനിക്കറിയില്ലായിരുന്നല്ലോ. എല്ലാരും പൊരയിലൊന്നുമില്ല. പൊടി എല്ലാവരുടെയും പൊരയിലൊന്നും ഇല്ലായിരുന്നു. എന്റെ പൊരയിലില്ലായിരുന്നല്ലോ. അപ്പൊ അവള എന്ത് ഞാൻ ഇപ്പളാ വാങ്ങുന്ന വെച്ചിട്ട് മോക്ക് എനിക്ക് നേരത്തെ വാങ്ങി തന്നൂടായിരുന്ന? വലിയ ആറ്റിറ്റ്യൂഡൊക്കെ ആയിക്കുന്ന എനിക്കറിയാൻ പാടില്ല. എന്ത് കറിവേപ്പില? ഞാൻ കഥ എഴുതുന്ന ആൾക്കാരുടെ കേട്ടോ. ഇൻസ്റ്റയില് ചലഞ്ചിന്റെ ഇട്ടിട്ടില്ല അല്ലേ? ഞാൻ നിന്നെ നോക്കുന്നില്ലേ? ഗൈസ് ഇപ്പൊ മൈൽ സ്റ്റോണിന്റെ ആൾക്കാർ വരും. ഓരോന്ന് മീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വേറെ പരിപാടിക്ക് പോകാൻ. അവര് നമുക്ക് കേക്ക് അല്ല, അവര് നമുക്ക് ഗിഫ്റ്റ് തരും. അപ്പൊ നമ്മൾ അങ്ങോട്ട് കേക്ക് കൊടുക്കും. എങ്ങനെയാ? നമ്മുടെ സൈക്കോളജിക്കൽ മൂവ് ആയില്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ന്യൂ ഇയർ ആയിട്ട് അല്ലേ ബേബി? മുടിക്കൊന്ന് കളറൊക്കെ ചെയ്യണമല്ലോ. എൻ്റെ കളർ അത് നമ്മൾ കളർ പോയി ചെയ്യണം, അല്ലെങ്കിൽ കളർ ഇത് മങ്ങിപ്പോയി. മങ്ങിയല്ല, മുടി വളർന്നപ്പോൾ പോയി. അതൊക്കെയാണ് ഗൈസ് നമ്മളുടെ അവസ്ഥകൾ. നമ്മളെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാട്ടാ. നമുക്ക് വേറൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഗിഫ്റ്റ് മൊത്തം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനം കാണിച്ചു തരാം. അത് എക്സ്ക്ലൂസീവ്, അത് കാണിക്കല്ല. ഇത് ഞാൻ എൻ്റെ ഇവള് ഞാനും ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഇതൊരു പുള്ളി ചെയ്ത് വെച്ചെന്നാ കേട്ടോ. അതെ, ഞാനും ഉണ്ട്. എനിക്കിത് മുന്നേ ഇൻസ്റ്റേ കണ്ടപ്പോൾ പണ്ട് നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ ഇഷ്ടം തോന്നില്ല, അങ്ങനെ ഇഷ്ടം തോന്നിയൊരു സാധനം, ഇഷ്ടം തോന്നിയിട്ട് മറന്നൊരു സാധനം ഓർന്ന്. പക്ഷെ അത് നമുക്ക് കിട്ടി. അവളോട് എക്സ്ക്ലൂസീവായിട്ട് അവൾ തന്നെ ഷോർട്സ് എടുക്കുക എന്നെ കൂട്ടാതെ ഇങ്ങനത്തെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം, നിങ്ങളത് ഗസ് ചെയ്യണം. ഞാനൊരു സാധനം കാണിച്ചു തരാം, നിങ്ങളത് ഗസ് ചെയ്യണം എന്താണ് സംഭവം എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ കോമെന്റ് ഡൗൺ ചെയ്യണം എവിടെയെങ്കിലും നിങ്ങൾ ഈ ഒരു സാധനത്തെ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടെങ്കിൽ ഡു കോമെന്റ് ഡൗൺ. ഇതൊക്കെ പുറത്തോട്ട് കേട്ടിട്ടുണ്ടാവും ഈ കിടന്ന് കാറണം. നിങ്ങൾ ഈ രണ്ട് സാധനങ്ങളെ എവിടെയെങ്കിലും കണ്ടിട്ടെങ്കിൽ നിങ്ങൾ കോമെന്റ് ഡൗൺ ചെയ്ത്. എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. ഞാൻ തന്നെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കോഴിക്കുട്ടി എൻ്റെ മൈക്ക് അവരെത്തിട്ടോ. ഓല് ഇങ്ങോട്ട് വരൂല, താഴത്തല്ലേ നമ്മൾ പോകുന്നത്? താഴത്തുന്നല്ലേ? അല്ല, എന്നിട്ട് ഭീകരാൻ്റെ ഇപ്പോൾ അല്ല ഉള്ളിൽ കയറുമോ? ഇല്ല, ഇവിടെ തന്നിട്ട് പോവും. കാരണം നമ്മൾ ഫ്ലാറ്റ് ക്ലീൻ ആക്കിയിട്ടില്ല. അതിൻ്റെ സാന്ദർഭിക നിമിഷങ്ങളാണത്. Hi. Hello. Hi. Hey, how are you? Hi. Doing good. Happy New Year. Happy New Year. Actually, to be honest, എനിക്ക് ഇവിടെ വരുന്നവരെ അറിയില്ല കേട്ടോ ആരാ ഗസ്റ്റ് ആണെന്നുള്ളത്. അത് ഇവരുടെ ഒരു പ്ലാനിങ് ആണ്. ആങ്കറിനോടും പറയില്ല ആരാ ഗസ്റ്റ് ആണെന്നുള്ളത്. ഡോർ തുറക്കുന്ന ആരോടോ അപ്പോഴാണ് എനിക്കും അറിയുന്നത് ആരാ ഗസ്റ്റ് ആണെന്നുള്ളത്. ബിഗ് ഫാൻ ഓഫ് യു ഗൈസ്. Oh, thank you so much. ഷോ കാണുമായിരുന്നു. ഞാൻ BB കഫേ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ. നിങ്ങളെ ആക്ച്വലി നമുക്ക് മിസ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മൈൽസ്റ്റോൺ എന്റർടൈൻമെന്റ് അവാർഡ്സ് നിങ്ങൾ വന്നില്ല, അസൗകര്യം കാരണം നിങ്ങൾ വരാൻ കഴിയില്ല. വന്നോട്ടെ. ഓക്കെ, കുറച്ച് മെസ്റ്റപ്പ് ആട്ടോ. നോക്കിട്ട് എടുക്കണേ. നിങ്ങൾക്ക് കയറും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. ലൈറ്റ് ഓക്കെ ആണോ? ഒരു മിനിറ്റ്, അത് ഞങ്ങളും കൂടെ നോക്കിയാവട്ടെ.
ഓക്കെ, ഇതാണല്ലേ നമ്മൾ അവാർഡ്. ലൈറ്റ് ഇടണോ? ലൈറ്റ് ഓഫ്. ബ്ലോക്ക് ഉണ്ടായിരുന്നോ? അതാ ലൈറ്റ്. താഴത്തോട്ടില്ലല്ലോ. അപ്പൂസിനോട് ഞാൻ പറഞ്ഞതാ, അകത്ത് കേട്ടതില്ലെന്നാണോ? ഞാൻ ഫ്ലാറ്റ് ക്ലീൻ അല്ല പറഞ്ഞതാ. ഞാൻ നിങ്ങളുടെ മൈക്ക് കുഴപ്പമില്ല. ആ മൈക്ക് തന്നോ. ഇതെന്താ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. Okay. Okay. അപ്പോൾ iconic duo of the year. Yes. So, what do you want to tell about this? I mean, we feel so happy. അല്ല, ഇത് തന്ന നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളാണ് പറയുന്നത്. iconic duo ആയിട്ട് നമുക്ക് തോന്നിയോണ്ടാ നമ്മൾ ഇത് വിളിച്ചത്. Okay, seriously. Thank you. Thank you so much. നിൽക്കുന്നത് actually like നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് പലരും പറഞ്ഞൊരു കാര്യമാണ്, but still I just want to say that. Yeah, thank you so much. സന്തോഷല്ലേ? ഉറപ്പായിട്ടും സന്തോഷം. അപ്പോ ന്യൂ ഇയർ ആണ് 2026 നിങ്ങൾ ഹെൽത്ത് പ്ലാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. 25 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡന്റ് എടുത്തു പറയാൻ പറഞ്ഞാൽ എന്താ പറയാ? ഇൻസിഡന്റ് എന്ന് പറയാൻ പറ്റൂല. ബിഗ് ബോസ് തന്നെ നമുക്ക് 2025 ലൈഫിലെ തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കരുതുന്ന ഒരു സംഗതിയാണ് ബിഗ് ബോസ് പോയത്. അപ്പൊ അത് ആ ഒരു 3 മാസം തന്നെ ഭയങ്കര ഒരു സംഭവമാണല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പൊ അതാണ് നമുക്ക് 2025 ഒരു ഹൈലൈറ്റ് ഞങ്ങളുടെ ലൈഫിൽ. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ ലൈഫ്? അടിപൊളിയായി പോകുന്നു. ചില കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് കുറച്ച് ഡൗൺ ആയിക്കെങ്കിലും നമ്മൾ തന്നെ നമ്മളെ ഫോഴ്സ് ചെയ്തു. പക്ഷെ ആ ഒരു ഹേറ്റ്രഡ് ലവ് ആയിട്ട് ടേൺ ചെയ്ത ആ ഒരു സംഗതി ഭയങ്കര രസമുണ്ട്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ന്യൂ ഇയർ ആണ്, നമ്മൾ നിങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് ഗിഫ്റ്റ്സ് നമ്മുടെ ഭാഗത്ത് ന്യൂ ഇയർ ഗിഫ്റ്റ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ടാസ്ക് ഉണ്ടാ? അപ്പൊ ഡയറക്ട്ലി നമ്മള് ഗിഫ്റ്റ്സ് തരുന്നില്ല, പകരം ഒരു ചെറിയ സെഗ്മെന്റ് അതിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യും അതിനനുസരിച്ചായിരിക്കും ഞാൻ ഗിഫ്റ്റ് തരാൻ. പക്ഷെ എല്ലാതും വേണം. ടഫാണോ? എല്ലാതും വേണം. കാരണം എന്തറിയോ, ഗസ്റ്റിന്റെ പേര് പറയാത്തത് കൊണ്ട് എന്റെ അടുത്ത് ഈ സംഭവം പറയില്ല. ഓക്കെ ഫൈൻ, ഇത് ഒരു കോമൺ ജനറൽ സംഭവമാണ്. ഓക്കെ, റിലേറ്റഡ് ടു 2025-26. ഓക്കെ, സോ ഇതൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ആത്മാർത്ഥമായിട്ട് ആൻസർ പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഗിഫ്റ്റ് എടുത്തങ്ങ് തരും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ? ഇല്ല, ഒരു 2-3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നേരത്തെ ചോദിച്ച തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്താണ് ന്യൂ ഇയർ 2026 നിങ്ങളുടെ മെയിൻ പ്ലാൻ? ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാൻ ആണോ? ഓക്കെ, ശരി. ഓക്കെ, നിങ്ങളത് എടുത്തു തരുമോ? അടിയോല് മാറ്റേ. ഇത് ഞാനിവിടെ വെക്കട്ടെ. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? സോ ന്യൂ ഇയർ സ്പെഷ്യൽ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സോ യുവർ ഫസ്റ്റ് റെസൊല്യൂഷൻ ഇൻ 2026, ആദ്യം എടുത്ത റെസൊല്യൂഷൻ എന്താണ്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. സീരിയസ്ലി? സൂപ്പർ. എന്താണെന്ന് പറയാറായിട്ടുണ്ടോ? ഇല്ല, അതിപ്പോ പറയുന്നില്ല. ഓക്കെ, നമുക്ക് പിന്നെ പുറത്തുവിടാം. ഓക്കെ, ഫോൺ ഡീടോക്സ് ഓർ മോർ ടൈം ഓൺ സോഷ്യൽ മീഡിയ? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഇതില് മോർ ടൈം ഓൺ മീഡിയ വേണം. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്ത ജനങ്ങൾക്ക് നമ്മളിപ്പോ കാണണം. ടിവിന്ന് ഇറങ്ങിയതിൽ കുറെ പേര് നമ്മൾ 24 മണിക്കൂർ മിസ് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മാക്സിമം ടൈം സോഷ്യൽ മീഡിയയിൽ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ബിഗ്ഗസ്റ്റ് എക്സ്പെൻസ് ഇൻ 2025 എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ കാശ് ചിലവാക്കി എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും കൂടുതൽ ക്യാഷ് നമ്മൾ അതിനത്രൊന്നും ചെലവാക്കിയില്ല. മേ ബി ഗോൾഡ് ഓർ സംതിങ്. ഗോൾഡ് വാങ്ങിയിട്ടായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് ആണ്, എന്നാലും ഗോൾഡ്. ഓക്കെ ഫൈൻ. വൺ ഹാബിറ്റ് യു ആർ ഗോണ സ്റ്റാർട്ട് ഇൻ 2026 ഹാബിറ്റ് എനിക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അത് പിന്നെ എനിക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഹെൽത്ത് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യണം. ഹെൽത്ത് വൈസ് നമ്മളിപ്പോ ഭയങ്കര ഒന്നും നോക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതൊന്ന് ഫോക്കസ് ചെയ്തൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാം. നിങ്ങളെ കണ്ടിട്ട് ഭയങ്കര ഹെൽത്തിയും ബ്യൂട്ടിഫുൾ ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ ഫൈൻ. അടുത്തത്, കോൺസെൻട്രേറ്റിംഗ് ഓൺ ഡയറ്റ് ഓർ എക്സ്പ്ലോറിംഗ് ഫുഡ്? എക്സ്പ്ലോറിംഗ് ഫുഡ് മിതമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാലോ. ഓക്കെ, നിങ്ങൾ പൊതുവെ എങ്ങനെ ഡയറ്റ് കോൺഷ്യസ് ആണോ? അല്ല, ഡയറ്റ് കോൺഷ്യസ് അല്ല. ആവാൻ നോക്കിയാലും അത് പറ്റൂല. ഏറ്റവും കൂടുതൽ നിങ്ങൾ എപ്പോഴും ലൈക്ക് സന്തോഷം വരുമ്പോ എനിക്ക് ഇന്ന സാധനം വേണം. ചിലർ പിസ്സ ആയിരിക്കും കഴിക്കുക. അപ്പൊ എന്താ കഴിക്കുക ആ സമയത്ത്?
സ്വീറ്റ്സ് ആണ് രണ്ടുപേരും. ചോക്ലേറ്റ് നിങ്ങൾ ശരിക്കും വെയിറ്റ് ഫോർ ഈച്ച് തന്നെയാണ്. അതെ അത് ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് എപ്പോഴും മനസ്സിലായി. അവാർഡ് വരെ തന്നു. ഞാൻ ആക്ച്വലി ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, എന്റർടൈൻമെന്റ് അവാർഡ്സ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവര് വരുന്നുണ്ടെങ്കിൽ ഈ അവാർഡ് എനിക്ക് തന്നെ തരണം, ഞാൻ ഇത് ഹോസ്റ്റ് ചെയ്തു. നമ്മൾ മൾട്ടിപ്പിൾ ആങ്കേഴ്സ് ഉണ്ടായിരുന്നു, ഫൈനലി എനിക്ക് തന്നെ കിട്ടി. ഓക്കെ, സോ ഐ ആം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ്സ് തരാം. ഓക്കെ, സോ ആദ്യം തന്നെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണിത്. ഓക്കെ, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് Happy യു. New Year. Happy New ബൈ Year. ഹാമ്പർ ക്വീൻ. ഓക്കെ Then SS LED ലൈറ്റ്സിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ആണ്. താങ്ക് യു. Okay. Yes. അപ്പൊ നിങ്ങള് പുതിയ ബിസിനസ് പ്ലാൻ ഒക്കെ അതെ പ്ലാൻ ചെയ്യണോ? ഇവിടെയാണോ അതോ പുറത്താണോ? ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയാണ്, നമ്മുടെ കേരളത്തിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ദുബായില് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അറബ് അറബ് എക്സ്പ്രസ്. എക്സ്പ്രസ്. ഓക്കെ, Yeah, sure. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ബിസിനസ് പ്ലാൻസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിന്റെ ഐഡിയാസ് അല്ലെങ്കിൽ ഫിനാൻസിങ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് ദുബായ് വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ട്രാവൽ, നിങ്ങളുടെ വിസ, അതെല്ലാം അവർ അറേഞ്ച് ചെയ്യും. എക്സ്പെൻസ് അവരെടുത്തോളും. എക്സ്പെൻസ് നമ്മൾ പക്ഷെ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും. Okay. സോ അതാണ് അറബ് എക്സ്പ്രസ്. സോ അറബ് എക്സ്പ്രസ് തരുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ആൻഡ് Okay. ഡയറി. നിങ്ങൾ വായിക്കാൻ തുടങ്ങുന്നത് അതിലല്ലേ? അതെ. ഓക്കെ, അപ്പൊ വായിക്കുന്നതിന്റെ കൂടെ തന്നെ എഴുതി തുടങ്ങാം. ഓക്കെ, ഇത് ആക്ച്വലി സ്റ്റുഡൻസ് ഇന്ത്യ തരുന്ന ഒരു ഡയറിയാണ്. ഓക്കെ, സ്റ്റുഡൻസ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു എഡ്യൂക്കേഷൻ ഗൈഡ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്സ്. അപ്പൊ ഇവരുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ SSLC പ്ലസ് 2 എക്സാംസിനൊക്കെ നമ്മൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യും. ഓക്കെ, സോ അവർ തരുന്ന ഒരു ഗിഫ്റ്റ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമുക്ക് എല്ലാവർക്കും ആവശ്യം വരുന്ന സാധനമാണ് പ്യൂരിറ്റിന്റെ എക്സ്ട്രാ സോഫ്റ്റ് ടിഷ്യൂസ് ആണ്. ഇത് നിങ്ങൾക്ക് കാറിൽ വെക്കാം, വീട്ടിൽ വെക്കാം, ഇനിയിപ്പോ സമ്മർ ഒക്കെ വരുവാണ്. സോ നമുക്ക് എല്ലാവർക്കും ആവശ്യം വരും ഫേസ് ടിഷ്യൂസ് ആണ്. Okay, thank you. ഓക്കെ, സോ once again happy new year. Happy New Year. ഓക്കെ, അപ്പം നേരത്തെ അത് വീട്ടിൽ കൊണ്ടുവരാനുള്ള പരിപാടിയല്ലല്ലോ. ഫുഡിന്റെ കേസ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ, അപ്പൊ നിങ്ങൾ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. അതെ. അപ്പൊ ഇനി 4 മണിക്ക് നിങ്ങൾ ചായ കുടിക്കുമ്പോൾ അതിന്റെ കൂടെ കഴിക്കാനായിട്ട് സ്നാക്സ്. ഇത് ഓണായിട്ട് കയറി ഫുഡ് പ്രോഡക്ട്സിന്റെ സ്നാക്സ് ആണ്. okay. ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ആക്ച്വലി നമ്പർ 1 ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഫുഡ്. ഓക്കെ, ഇവരുടെ സ്നാക്സ് ഒത്തിരി വെറൈറ്റീസ് ഓഫ് സ്നാക്സ് ഉണ്ട്. സോ അതിൽ 2 സ്നാക്സ്. Oh, thank you so much. ഓക്കെ, സോ Yes, yes. ന്യൂ ഇയർ കളറില്ലേ? പിന്നെ happy double. ഓക്കെ, നമുക്ക് ഇനി ഇതെല്ലാം മാസം ഉണ്ടോ ഇങ്ങനെ? ഇതെല്ലാം മാസം അടുത്ത പരിപാടിക്ക് മുമ്പ് വരാം. ആ, അപ്പൊ happy. നമ്മള് ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം, വിഷു ഒക്കെ നമ്മളിതുപോലെ പിടിക്കും. Okay, okay, ഓക്കെ, set. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ഇനി കാണാൻ പറ്റട്ടെ. സോ 26ല് എന്താണ് നിങ്ങളുടെ ഫാൻസിനോട് പറയാനുള്ളത്? 26 ആയിട്ട് ഞങ്ങൾക്ക് 26 ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതും ഞങ്ങളെ ഇതുവരെ എത്തിച്ചതും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരാണ്. ഒരുപാട് നന്ദിയുണ്ട്. എങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ ഫ്രം വെരി ബോട്ടം ഓഫ് അവർ ഹാർട്ട്. ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്തതുപോലെ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞു. സോ ടേക്ക് സം ടൈം ഫോർ യുവർ സെൽഫ്. അന്ന് നിങ്ങളും ഒന്ന് സോഷ്യൽ മീഡിയ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം അല്ലാതെ സ്പെൻഡ് ചെയ്യാം. അപ്പൊ 26ഉം അടിപൊളി ആവട്ടെ. 26 മാത്രമല്ല ഇനി വരുന്ന എല്ലാ ആവട്ടെ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് പ്ലാൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോട്ടെ. വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് ബിസിനസ് പ്ലാൻ എന്ന് അറിയാം. സോ ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും കാറാണ്. Thank you. നിങ്ങൾക്ക് ഞങ്ങളൊരു സാധനം തരാം കേട്ടോ. ഒന്നല്ല കേൾക്കാം. അപ്പൊ ഒന്നുകൂടെ തരും എനിക്ക് മൈക്ക് വേണ്ട. ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ ഇവര് ഇത്ര ഗിഫ്റ്റ് തന്ന സ്ഥിതിക്ക് നമ്മള് ഒരു മിനിറ്റ്, ആ ഒരു ടിഷ്യൂ എടുത്തു. ഒന്ന് മതിയോ? എനിക്കുണ്ട്. ഇവര് ഇത്ര ഗിഫ്റ്റ് തന്ന സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ടും കൊടുക്കണ്ടേ അല്ലേ? അതുകൊണ്ട് ഇതൊരു തുടക്കമാട്ടെ. അതെ, എല്ലാ ദിവസവും കണ്ട് പഠിച്ചാലും ഇങ്ങനെ വന്ന് തരാനായിട്ട് ഒരു ഊർജം. അപ്പൊ നമ്മള് 2 കേക്കാണ് എത്ര പേർക്ക് കൊടുക്കുന്നത്. നിങ്ങൾ ഷെയറിംഗ് ഇസ് കെയറിംഗ്. അപ്പൊ നിങ്ങൾ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അവര് പോയപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ നമുക്ക്
വൃത്തിക്കിരുന്ന് അൺബോക്സ് ചെയ്യണം. നമുക്കിപ്പോൾ ഓൾറെഡി ഹോസ്പിറ്റലും പോകാനുണ്ട്. നമുക്ക് പോയിട്ട് വന്നിട്ട് ചെയ്താലോ? പോയിട്ട് വന്നു അൺബോക്സ്. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നിട്ട് ചെയ്യാം. നമുക്കൊന്ന് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് വരാം ഗൈസ്. ഇത് നമ്മൾ ഒറ്റക്കുള്ള വ്ലോഗാണെന്ന് വിചാരിച്ചു, പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മൾ ഒറ്റക്കല്ലല്ലോ, നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഇല്ലേ? പിന്നെ അല്ലേ അല്ലേ ബേബി, നമ്മൾ ഒറ്റക്ക് ഉള്ള വ്ലോഗാണെന്ന് വെച്ചിട്ട് എല്ലാവരും നമ്മുടെ കൂടെ വരിക അല്ലേ? അല്ലേ ഈ പൊടി നമുക്കിപ്പോൾ വന്നു വിലയില്ല. ഞാൻ അൺബോക്സ് ചെയ്യട്ടെ. അയ്യോ കൊച്ചു മുതലാളി, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം കേട്ടാ. ഹോയ് ഹോയ്. അത് വേണ്ട. ഇത് ഇവക്ക് ആരോ ഒരു ചേച്ചി അയച്ചതാണ് കേട്ടോ. ഈ ഔട്ട്ഫിറ്റ് ഇതുപോലത്തെ നല്ല കളറിന്റെ നിങ്ങള് അയച്ച എല്ലാ വാച്ചുകളെയും എന്താ ഗിഫ്റ്റ് തന്ന എല്ലാ വാച്ചുകളെയും മറ്റേ സൈസ് കുറച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇനി അത് ഇടുന്നതായിരിക്കും, ഇട്ട് ഞങ്ങൾ ആർമാദിക്കും ഗൈസ്. നിങ്ങൾ ഇനി എല്ലായിടത്തും പോകുമ്പോൾ നമ്മള് നിങ്ങൾ തന്ന വാച്ചൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതൊക്കെ എല്ലാ വാച്ചുകളും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങളെ ഫേവറേറ്റ് കളേഴ്സും നല്ല കയ്യിൽ ഇട്ടാ മാച്ച് ചെയ്യുന്ന നല്ല നല്ല വാച്ചുകളും ഡ്രസ്സുകളും. ഈ ഡ്രസ്സ് ഞാൻ പറഞ്ഞപ്പോ ഇത് നമ്മുടെ പാറ്റേൺ ഇങ്ങനത്തെ ഒരു സംഗതി, അതായത് ഇങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഇത്, പിന്നെ ഇതിന്റെ പോലത്തെ ഒരു പച്ച അങ്ങനത്തെ ടീഷർട്ടാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ചേരുന്നുണ്ട്, നമുക്ക് ഇട്ടാൽ നല്ല ഭംഗി എല്ലാത്തിനും പോകും. ജസ്റ്റ് അതിട്ടിട്ട് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ തന്നെ നമ്മൾ ഫുള്ളായി, ലൈക്ക് ആ ഒരു ലുക്ക് തന്നെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ പല്ലൊക്കെ വെക്കാൻ പോവുകയാണ്. പല്ലടി കൊടുത്തേ, ഇത് മേളിൽ വേറെ വെച്ചേക്കാം കേട്ടോ. ശരിക്കത്തെ പല്ല് അടിയിലാണ്. ഇത് ശരിക്കും തലത് എന്തായത് എന്ത് മെറ്റീരിയലാ? ഇപ്പൊ എന്താ താങ്കൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ അറിയോ? നോക്കട്ടെ, സ്പെല്ലിംഗ് അറിയോ? ഇല്ല. അപ്പൊ ഇതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ആലിയ ഭട്ടിന്റെ പല്ലുകൾ. ആർ യു എക്സൈറ്റഡ്? ഐ ആം എക്സൈറ്റഡ്. പേടിയുണ്ടോ? എനിക്ക് ഇഞ്ചക്ഷൻ വെക്കുന്നതിലേ പേടിയുള്ളൂ. ഇഞ്ചക്ഷൻ വെക്കണ്ടെന്ന് പറ. ശരി എന്നാ പോയിക്കാം. നമ്മുടെ പാത്തമ്മാനേതാ ഇഞ്ചക്ഷൻ വെക്കാൻ പോവുകയാണ്. പാവം കൊച്ചു. ഇഞ്ചക്ഷൻ വെച്ച് നേരെ വെച്ച് നോണുകളുടെ നമ്മളിപ്പോൾ പല്ലിൻ്റെ ഇത് വന്നപ്പോൾ ഇപ്പോഴത്തെ ഒരു ചേച്ചിയുടെ വീട്ടിൽ കയറി. ചേച്ചി നമ്മളെ വീട്ടിലോട്ട് വിളിച്ച്. ആക്ച്വലി നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ് ഈ പുള്ളിക്കാരിനെ. ഇല്ല ചേച്ചി, എന്തായാലും കുഴപ്പമില്ല. ഇപ്പം നമ്മളവിടെ വന്ന് ഒരു ചായ കുടിച്ച് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ചിപ്സ്, ചക്ക വറുത്തത്. ഞാൻ അത് കട്ടുന്നല്ല. ചേച്ചിയോട് ചോദിച്ചിട്ട് എടുത്ത് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ എന്തുവേണേലും എടുത്തോ പറഞ്ഞിട്ട് അവിടെ എല്ലാം മുറിച്ചൊക്കെ വെച്ച്. പുള്ളിക്കാരിക്ക് നമ്മളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനെ. അപ്പോൾ വിളക്കൊക്കെ വെച്ച് ഇത് തിരിഞ്ഞ് നോക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് കണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ഷിവറൊക്കെ ചെയ്ത് വന്ന് നല്ലത് കേട്ടോ. നല്ല സ്നേഹമുണ്ട്, അതുകൊണ്ട് നമ്മൾ വന്നത് ഇങ്ങോട്ട്. എന്തോ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തല്ല നമ്മൾ ബിഗ് ബോസ് പോയത്, ബട്ട് ദിസ് ഈസ് ദി ഔട്ട്കം. എൻ്റെ പല്ല് ചെയ്ത് എനിക്കൊന്നും അധികം മിണ്ടാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആ നംനെസ് വിട്ടില്ല എന്നൊക്കെ വിട്ടിട്ടില്ല. ഇപ്പം കാണാൻ ഈ പല്ല് കണ്ട ഇവിടെ ഒരു പൊട്ടല്ലായിരുന്നോ? ഈ പൊട്ടൽ ഒക്കെ മാറി. ഇപ്പം എൻ്റെ ചുണ്ടിങ്ങനെ പൊന്തിയിട്ട് കിടക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു നംനെസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ലിപ്പ് ഇതാക്കൂല. എന്താ ചെയ്യാ? ആരാ എന്തിനങ്ങനെ തിന്നാൻ പറ്റുന്നത്? ഓക്കെ, അപ്പോൾ ആ ഒരു ലിപ്പ് നമ്മൾ ഇത് ചെയ്യുമല്ലോ. ലിപ്പ് എന്തായാലും ചെയ്യും അങ്ങനെ കിട്ടുന്നത്. അയ്യോ വേണ്ട, നമ്മളെ നിർബന്ധിപ്പിച്ച് തന്ന് പിടിപ്പിക്കുകയാണ്. ഈ മലക്ക് പോയിട്ട് വരുമ്പോ ഞാൻ അരവണ പൈസ തന്നിട്ടുണ്ട്. തന്നില്ലെങ്കിൽ കമന്റ് ബോക്സിലുള്ള എല്ലാവരും ഇങ്ങോട്ട് വന്ന് പോകാലോ. അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഞങ്ങൾ പോയി വന്നതിന് ശേഷം കുറച്ച് നേരം ഉറങ്ങി. പല്ലുമത്തെ പണി കഴിഞ്ഞുകൊണ്ട് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ നമ്മൾ ഉറങ്ങി പെണീച്ച്
ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങും. അപ്പോൾ നമ്മൾ മാത്രമായിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ പിന്നെ സബ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരാളെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് സബ് ടൈറ്റിൽസൊക്കെ ഉള്ള വ്ളോഗ് to those people who are like non-Malayalis, we are going to add subtitles really soon because we have hired someone for that particular purpose. So subtitles ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പ്രോപ്പർലി മാക്സിമം പോസ്റ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. നമുക്ക് കുറച്ച് വേറെ ഒരു വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലും ക്ഷീണത്തിലൊക്കെ ആയിരുന്നു. നമ്മൾ തന്നെ ഓടണമല്ലോ എല്ലാത്തിനും. അപ്പോൾ അങ്ങനെ അതൊക്കെയായിരുന്നു സംഗതികൾ. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഇതിനെന്തോ ഹൈപ്പ് കൊടുക്കുന്നൊരു സംഗതി ഉണ്ട്. അപ്പോൾ ഹൈപ്പൊക്കെ കൊടുക്കുക കേട്ടോ. ഹൈപ്പൊക്കെ കൊടുക്കാണ്ട് ഹൈപ്പ് കയറട്ടെ. അപ്പോൾ നമ്മുടെ വ്ളോഗ്സ് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റ്.